വരൂ. മുറിയിലേക്ക് വന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇരിക്കൂ. നാളെ പ്രധാന സാക്ഷിയായ രാമുവിനെ വിസ്തരിക്കുകയാണ്. കേസൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വാദിക്കാനുള്ള ഒരു ഉന്മേഷമാണ് ആവശ്യം. അതിന് അല്പം വീര്യം പകർന്നു തരാം. ഇവിടെ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി വെക്കാറില്ല, കുടിക്കുന്നവരുമില്ല. ക്ഷമിക്കണം. ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ആർക്ക് വേണം? അതിൽ നിന്നൊന്നും വീര്യം കിട്ടാതായപ്പോ ഞാനതങ്ങ് നിർത്തിക്കളഞ്ഞു. ഇഷ്ടം പോലെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇനി വാദിച്ചില്ലെന്ന് വരും. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? അന്ന് രാവിലെ ബാലാദേവി സുഭാഷിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് സുഭാഷിനെ നിർബന്ധിച്ച് വിളിച്ചോണ്ടുപോയി. നിർബന്ധിച്ച് വിളിച്ചുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ കേട്ടു. സുഭാഷിനി പറഞ്ഞു, ചേച്ചി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരികയില്ലെന്ന്. അപ്പൊ ഡോക്ടർ ബാലാദേവി പറഞ്ഞു, എന്റെ ആങ്ങളയുടെ മാനം രക്ഷിക്കണം, നിനക്ക് ഒരു കുഴപ്പവും വരികയില്ല, ഒരു ചൊറി പൊട്ടിക്കുന്ന പോലത്തെ കാര്യമുള്ളെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സുഭാഷിനെ വിളിച്ചോണ്ടുപോയി. പിന്നെ സുഭാഷിണിയെ കണ്ടോ? പിന്നെ ഞാൻ കാണുന്നത് അവളുടെ ശവമാണ്. That's all. നിങ്ങളുടെ മുഖത്ത് ഈ പാടെങ്ങനെ ഉണ്ടായി? എന്നെ നോക്കി പേടിപ്പിക്കാതെ മുറിവ് എങ്ങനെ ഉണ്ടായെന്ന് പറയൂ. പറയണം. നിങ്ങളല്ലേ അടിച്ചത്? ഞാനോ? ഹേ, എന്നെപ്പോലെ മറ്റു വല്ലവരും ആയിരിക്കും. ആട്ടെ, എവിടെ വെച്ചാണ് അടിച്ചത്? ഡോക്ടർ ബാലാദേവിയുടെ വീട്ടിൽ വെച്ച്. നിങ്ങൾ എന്തിനാ അവിടെ പോയി? പറയൂ. ഈ കേസിലെ പ്രതിയുടെ വീട്ടിൽ പ്രധാന സാക്ഷിയായ നിങ്ങൾ എന്തിനു പോയി? തനിക്ക് മരുന്ന് വാങ്ങാൻ. അവരെ ഭയപ്പെടുത്തി രൂപ വാങ്ങിക്കാനാണ് നിങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ല. 2 പ്രാവശ്യം നിങ്ങൾ അവിടെ പോയിരുന്നില്ലേ? ഇല്ല. കാനറ ബാങ്കിന്റെ ഇവിടത്തെ ബ്രാഞ്ചിൽ നിന്നും F6934 നമ്പറായി 1000 രൂപയുടെ ചെക്ക് ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾ മാറിയില്ലേ? പറയൂ. പറയാതെ പറ്റില്ല. രേഖയുള്ളതാണ്. ചെക്ക് മാറിയോ? മാറി കാണും. ഏപ്രിൽ 24-ാം തീയതി F6934 16-ാം നമ്പറായി 2000 രൂപയുടെ ഒരു ചെക്ക് അതേ ബാങ്കിൽ നിന്ന് നിങ്ങൾ മാറിയില്ലേ? നമ്പറൊന്നും എനിക്കറിയില്ല. ചെക്ക് മാറിയോ? മാറി. വീണ്ടും ഡോക്ടറെ ഭയപ്പെടുത്തി പണം വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് എന്റെ മുഖച്ഛായ ഉള്ളയാൾ നിങ്ങളെ തല്ലിയത് അല്ലേ? പറയണം. കുറച്ച് വെള്ളം വേണം. Let him have some water. Yes. നിങ്ങൾക്ക് എന്താണ് ജോലി? കൃഷി. എന്ത് കൃഷി? പറയണം മിസ്റ്റർ. നെല്ലോ തേങ്ങയോ കുരുമുളകോ കപ്പയോ വാഴയോ എന്താന്ന് വെച്ചാൽ പറയണം. അങ്ങനെയുള്ള കൃഷിയൊന്നല്ല. പിന്നെ എങ്ങനത്തെ കൃഷി? ഈ റേഷൻ കാർഡിന് അപേക്ഷിക്കാനോ വല്ല കച്ചേരിയിലേക്ക് പോകുമ്പോൾ ജോലി കൃഷിയാണെന്ന് പറയും. അത് ശരി. ചില സ്ഥലത്ത് മറ്റൊരു കാര്യത്തിനും കൃഷി എന്ന് പറയാറുണ്ട്. ആ കൃഷിയാണോ? ആട്ടെ, സുഭാഷിണിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? അവള് എന്റെ മുറപ്പെണ്ണാണ്. നിങ്ങളെയും സുഭാഷിണിയെയും കൂടി ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണൽ വെച്ച് ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. കഴിഞ്ഞ ജനുവരി 7-ാം തീയതി രാത്രി ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണലിലെ 13-ാം നമ്പർ മുറിയിൽ സുഭാഷിണിയെ കൊണ്ടുവിട്ടത് നിങ്ങളല്ലേ? ആ ഹോട്ടൽ വിളിഞ്ഞെടുക്ക്. പറയൂ. ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണലിലെ 13-ാം നമ്പർ മുറിയിൽ സുഭാഷിണിയെ കൊണ്ടുവിട്ടില്ലേ? അതെ. അവൾക്ക് അവിടെ ആളെ കാണണമെന്ന് പറഞ്ഞു. അന്ന് നിങ്ങളും 13-ാം നമ്പർ മുറിയിലാണോ കിടന്നത്? ഞാൻ ഹോട്ടൽ ജോലിക്കാർ കിടക്കുന്നിടത്ത് കിടന്നു തുടങ്ങി.
രാവിലെ സുഭാഷിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നു അല്ലേ? അതെ. സ്ഥലം ടിവിയിലും ഒരു ദിവസം സുഭാഷിനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ പോയിരുന്നു. ആ ഡേറ്റ് ഒന്ന് നോക്കി പറയൂ. ടിവിയിൽ ഒരു ദിവസം പോയിരുന്നില്ലേ? ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ സുഭാഷിണി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് സിറ്റി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങിച്ചോ? ഇല്ല. കമ്പൗണ്ടർ കൃഷ്ണൻ കുറിച്ച് എന്ന ചിറ്റ് കൊണ്ട് കൊടുത്ത് മരുന്ന് വാങ്ങിച്ചില്ലേ? ഇല്ല. നിങ്ങൾ വാങ്ങിച്ച മരുന്നിന് തന്ന ബില്ലിന്റെ കോപ്പിയാണിത്. എർക്കോഡ് എന്ന മരുന്നാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പേരല്ലേ ഈ ബില്ലിൽ എഴുതിയിരിക്കുന്നത്? അതെ. ആർക്ക് വേണ്ടിയാണ് ഈ മരുന്ന് വാങ്ങിയത്? ചോദിച്ചതിന് ഉത്തരം പറയണം മിസ്റ്റർ. സുഭാഷിണിക്ക് വയറ്റുവേദനയാണെന്ന് പറഞ്ഞു. നിങ്ങളെ പോലീസ് കണ്ട് ചോദിച്ച് മൊഴിയെടുത്തോ? എടുത്തു. അങ്ങനെ പോലീസിന് മൊഴി കൊടുത്തപ്പോ നിങ്ങൾ സുഭാഷിണിയെ ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യം, ടിബിയിൽ കൊണ്ടുപോയ കാര്യം, അവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത കാര്യം, ഡോക്ടറോട് പണം ചോദിച്ച കാര്യം എല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞ പോലെ അല്ലല്ലോ പോലീസ് എഴുതിയിരിക്കുന്നത്. That's all you're on. ഹലോ ജയമോഹൻ, പ്ലീസ്. No, thanks. ഒരു ഫ്രഷ്ലേ. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. പറയൂ നിൻ നെടുവീർപ്പിൽ ഒരു പൂവിരിയും ശ്രുതിയോ ദേവി. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. പറയൂ നിൻ നെടുവീർപ്പിൽ ഒരു പൂവിരിയും ശ്രുതിയോ ദേവി. നിന്നെ ഇന്നുണർത്താൻ പൊൻതുടിയുമായി ആരോ പോന്നു. നിന്നെ ഇന്നുണർത്താൻ പൊൻതുടിയുമായി ആരോ പോന്നു. വാടാ വിളക്കേന്തി വാതിൽ തുറന്നാരോ. ശ്രീപത്മപാദം തേടുന്നു ഞാൻ, സോപാനഗാനം പാടുന്നു ഞാൻ. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. പറയൂ നിൻ നെടുവീർപ്പിൽ ഒരു പൂവിരിയും ശ്രുതിയോ ദേവി. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു.
ചന്ദനവും പൂവും പൊന്നിലയിൽ നീട്ടി ആരോ പോന്നു. ചന്ദനവും പൂവും പൊന്നിലയിൽ നീട്ടി ആരോ പോന്നു. ഈ സന്ധ്യ പുഷ്പം പോ നീ പുഞ്ചിരിക്കുമ്പോ ശാലീനമാമിൻ ഈണങ്ങളിൽ ചാലിച്ചതെല്ലാം സിന്ദൂരമായി മിഴിയിൽ മീൻ തിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. പറയൂ നിൻ നെടുവീർപ്പിൽ ഒരു വിരിയും ശ്രുതിയോ ദേവി, മിഴിയിൽ മീൻ തിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. അമ്മ ഇവിടെ ഇല്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. ഒറ്റയ്ക്ക് എന്റെ മുറിയിൽ നിൽക്കാൻ പേടിയില്ലേ? കേസിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞു, ഇനി ആർഗ്യുമെന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കൂലി അല്ലേ കേസ് ബാധിച്ചതിന്? എനിക്ക് ചെയ്തതെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന്റെ തെളിവാണല്ലോ ഫീസ് കൊണ്ടെത്തുന്നത്. ഫീസ് തന്നതുകൊണ്ട് എന്റെ കടപ്പാട് തീരില്ല. ഏതായാലും ഇനി ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കീഴടങ്ങേണ്ട കാര്യമില്ല. എന്റെ ഫീസ് പണമായിട്ട് തന്നെ തന്നു. എന്നിൽ നിന്നും അപമര്യാദയായി വല്ല പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ബാല മര്യാദ ഇല്ലാതെ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പെരുമാറിയത് ഞാനാണ്. എന്നോട് അല്പം ദയ കൂടെ കാണിക്കണം. എങ്ങനെ? ഇത് വാങ്ങണം. ബാലയുടെ കേസ് ഞാൻ വാദിച്ചത് എന്റെ സ്വന്തം കാര്യമെന്ന നിലയിലാണ്. ആ, അമ്മ വരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലും. അല്ല, ഡോക്ടറെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കേസിന്റെ കാര്യത്തിന് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആങ്ങള അമേരിക്കയിലാണ് അല്ലേ? ആ, ജയം പറഞ്ഞു. കേസ് എങ്ങനെ വരും? വിധി പറയുന്ന ദിവസം അടുക്കും തോറും വല്ലാത്ത ഭയം. ദൈവം നിന്നെ സഹായിക്കും, പേടിക്കണ്ട മോളെ. എന്റെ കാര്യം തന്നെ ആലോചിക്കും. എല്ലാ വിധത്തിലും ചീത്തയായി നടന്നവനാണ് ജയൻ. ഞാൻ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചു. ഇപ്പോൾ അവൻ കുടി നിർത്തി. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീട്ടിൽ വരും. ഇപ്പോൾ അവൻ ഒരു ചീത്തത്തരവും ഇല്ലെന്നാണ് പലരും പറയുന്നത്. എന്തൊരു മാറ്റം! നിന്നെയും ദൈവം രക്ഷിക്കുമോ? പോട്ടെ അമ്മ. ആ, ചേച്ചി എന്നെ ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ തിലകൻ. എല്ലാ വിവരങ്ങളും ജയമോഹൻ എന്നെ അറിയിച്ചിട്ടുണ്ട് ചേച്ചി. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്തിനു വിഷമിക്കണം? ഇവനെന്നെ ഏൽപ്പിച്ചിട്ട് പോയ സുഭയെ പറ്റി എല്ലാ വിവരങ്ങളും ഞാൻ മനസ്സിലാക്കി ചേച്ചി. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കണം. എന്റെ ചീത്ത മനസ്സുകൊണ്ടും അല്ലേ? ആ മിസ്റ്റർ തിലകൻ, ഞാൻ പോട്ടെ. നിങ്ങൾ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? ഞാനൊരു ശല്യമാവുന്നില്ല. വരട്ടെ. ഇവിടുന്ന് പോയ ശേഷം ഇന്നാണ് സന്തോഷത്തോടെ സ്വാദോടെ ആഹാരം കഴിക്കുന്നത്. നേര് പറയട്ടെ, ഞാനും ഒരു വലിയ നേര് പറയട്ടെ, സന്തോഷത്തോടെ ഞാൻ വിളമ്പുന്നതും ഇന്നാണ്. ആ ജയമോഹൻ സാറിനെ കൂടി ഇന്ന് ഉണ്ണാൻ വിളിക്കാമായിരുന്നു.
ശരിയാണ്. ആ ഇനി സമയമുണ്ടല്ലോ പണിക്കരമാവാ. അദ്ദേഹമാണ് നമ്മളെ രക്ഷിച്ചത്. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമുള്ള സ്നേഹമാണ് ആ സാറിനോട്. ആ ദൈവം സഹായിക്കട്ടെ. ജയമോഹൻ കേസിന്റെ കാര്യത്തിൽ നമ്മളെ വളരെയേറെ സഹായിച്ചു. പക്ഷേ അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല. എന്താ ഇത്ര വലിയ സ്വഭാവദൂഷ്യം കണ്ടത്? ഒരു സ്വഭാവദൂഷ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ചോളയുള്ള ആമ്പിളരാകുമ്പം അല്ലാതെ ഇവിടെ തകരാറുകളൊക്കെ കാണും. ആ രാമുവിനെ ഈ മിറ്റത്തിട്ട് മൂന്നാല് പെടച്ചു. അയാളെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ജയമോഹൻ ഒരു സുണ്ണാൻ വിളിക്കുന്നുണ്ട്. പോരെ പണിക്കരമാവാ? മതി. ആ നീ നമ്പർ സാറിനെ കാണാൻ പോകുന്നുണ്ടോ? ഉണ്ട്, നാളെ തന്നെ പോയി കാണണം. പ്രിയ, സാറ് വന്നില്ലേ? ഇല്ല, ഞാൻ തിലകൻ ചേട്ടന്റെ കൂടെ പോന്നു. പ്രിയയെ ഞാനിങ്ങ് കൊണ്ടുപോകുന്ന ചേച്ചി. എന്തിന്? ഞങ്ങളുടെ കല്യാണത്തിന് ചേച്ചിയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങിക്കാൻ. ഞാൻ എന്റെ വാദം ഉപസംഹരിക്കുകയാണ്. ഈ കേസിന്റെ വിധിന്യായം നീതി നിർവഹണ രംഗത്ത് അനർഹമായി രാഷ്ട്രീയക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. പൊതുപ്രവർത്തകരാണ് MTP നടത്തിയ പ്രതി ആവശ്യപ്പെട്ടിട്ടും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് എതിർത്തത്. ഉന്നത സ്ഥാനങ്ങളെ സ്വാധീനിച്ച് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചത്. ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദ ഡെഡ് ബോഡി വാസ് ക്രിമേറ്റഡ്. പോസ്റ്റ്മോർട്ടത്തിൽ തെളിവുകളില്ലെങ്കിൽ കൂടി സാക്ഷിമൊഴികളിൽ നിന്നും പ്രതി നിരപരാധിയാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം സാക്ഷി രാമുവിന്റെ മൊഴിയിൽ നിന്ന് തന്നെ മരിച്ച സുഭാഷിണി ഒരു ദുർനടപടിക്കാരിയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. സാക്ഷി തന്നെ ഗർഭമലസിക്കാൻ ഏതോ ഒരു കമ്പൗണ്ടർ എഴുതി കൊടുത്ത മരുന്ന് വാങ്ങിച്ചു കൊടുത്തതായും സമ്മതിച്ചിട്ടുണ്ട്. MTP നടത്താൻ സഹായിച്ച നഴ്സുമാരുടെയും മറ്റും മൊഴികൾ പരിശോധിച്ചാൽ ഡോക്ടർ ബാലാദേവിയിൽ നിന്നും അല്പം പോലും അശ്രദ്ധയുണ്ടായിട്ടില്ലെന്നുള്ളത് വ്യക്തമാണ്. Do you expect the nurse who was assisting the accused in the theater will swear against her? അവർ ഒരുമിച്ച് ദിവസവും ഓപ്പറേഷൻ തിയേറ്ററിൽ സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത ഡോക്ടർക്കെതിരായി അവർ മൊഴി കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. യുവർ ഓണർ, വിദഗ്ധ ഡോക്ടർമാരുടെ മൊഴിയിലും MTP നടത്തുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി രോഗി മരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടറുടെ തെളിവും നിങ്ങളെ ഈ കേസിൽ സഹായിക്കില്ല. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. ഡോക്ടർമാരുടെ അഭിപ്രായം അതേപടി സ്വീകരിച്ചോളണമെന്നില്ലല്ലോ. Yes, Your Honor. That is well settled law. സുപ്രീം കോടതി അതേപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരുടെയും പ്രതിയുടെ കീഴ് ജീവനക്കാരിയായ നഴ്സിന്റെയും തെളിവ് ഈ കേസിൽ പ്രതിയെ രക്ഷിക്കുകയില്ല. നിശ്ചയമായും യുവർ ഓണർ, ഈ കേസിലെ മറ്റ് തെളിവുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിയുടെ പെരുമാറ്റം, മരിച്ച സുഭാഷിണിയുടെ വീട്ടിൽ പോയി അവരെ നിർബന്ധിച്ച് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയതും പ്രതിയാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്തതായി കേട്ടുകേൾവി പോലുമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സർപ്രൈസിംഗ്. പ്രതിയുടെ സഹോദരനും സുഭാഷിണിയും തമ്മിലുണ്ടായിരുന്ന പ്രേമബന്ധം കണക്കിലെടുക്കണം. കമ്പൗണ്ടർ സുഭാഷിണിക്ക് മരുന്ന് കൊടുത്തെങ്കിൽ തന്നെ അതിന് ഈ കേസുമായി എന്ത് ബന്ധമാണുള്ളത്? ക്വൈറ്റ് ഇറവലന്റ്. ഈ കാര്യങ്ങൾക്കൊന്നും പ്രതിഭാഗത്തേക്ക് ഹാജരാകുന്ന എന്റെ സ്നേഹിതൻ ഒരു സമാധാനവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഒരു സമാധാനം പറയാനുമില്ല. സുഭാഷിണി സ്വമേധയാ അബോർഷന് വേണ്ടി പ്രതിയെ സമീപിച്ചു എന്ന് വിശ്വസിക്കാനും പ്രയാസം. ഈ രാജ്യത്ത് മറ്റ് ഡോക്ടർമാരും ആശുപത്രിയും ഇല്ലാത്തതുപോലെ അവളുടെ കാമുകന്റെ സഹോദരിയെ തന്നെ സമീപിക്കണോ? യുവർ ഓണർ, പ്രതിയുടെ പേരിലുള്ള കേസ് അസന്നിഗ്ധമായി സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ആകയാൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കേസ് വിധി പറയാൻ 9-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. തിലകനില്ലേ? തിലകം പുറത്തുപോയി. കയറിയിരിക്കുന്നു. നാളെ കേസിന്റെ വിധി പറയും. അതിനു മുമ്പ് ബാലയെ ഒന്ന് കാണണമെന്ന് തോന്നി. മുറിയിലിരിക്കാം. വേണ്ട.
ബാലയുടെ കേസിന്റെ വിധി എന്താകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ശിക്ഷ കിട്ടും. അതാണ് വിധി അറിയുന്നതിന് മുമ്പേ ഒന്ന് കാണാനുണ്ടായ പ്രേരണ. ഒരുപക്ഷേ ഇനി നാം തമ്മിൽ കണ്ടുവെന്ന് വരില്ല. എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറന്നേക്കും. വരട്ടെ. TC 316 പ്രതി ദേവകിയമ്മ ബാലാദേവി. ദേവകിയമ്മ ബാലാദേവി. ഉന്നതന്മാരായ ചിലരുടെ ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പ്രേതം പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നതിൽ നിന്ന് വ്യക്തമാണ്. സാക്ഷിമൊഴികളും അപൂർണവും പരസ്പര ബന്ധമില്ലാത്തവയും അവിശ്വസനീയവുമാണ്. പ്രതിയുടെ അശ്രദ്ധ കൊണ്ടല്ല സുഭാഷിണി മരണപ്പെട്ടതെന്നും സ്വമേധയാ അബോർഷന് വിധേയായതാണെന്നും തെളിവ് കൊണ്ട് കാണുന്നു. അതിനാൽ പ്രതി കുറ്റക്കാരിയല്ലെന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾ പോയിക്കോളൂ. na 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 na